നമസ്തേ, വർണ്ണരൂപിണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കണ്ടന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ ഭൂരിപക്ഷം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും കളറിലുള്ള ശംഖുപുഷ്പം ഉണ്ടോ? 2 കളറിലുള്ള ശംഖുപുഷ്പമാണ് സാധാരണ കാണുന്നത്, വെള്ളയും നീലയും. സ്വർഗത്തിൽ നിന്ന് വന്നതാണ് ഈ ചെടി എന്നാണ് പറയപ്പെടുന്നത്. 3 ദേവന്മാർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ പൂക്കൾ. ലക്ഷ്മി ദേവി, സരസ്വതി ദേവി, ദുർഗാദേവി, പിന്നെ കൃഷ്ണ ഭഗവാൻ, ശിവഭഗവാൻ, ശനീശ്വരൻ, ഇവർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട പൂവാണിത്. ഈ പൂക്കൾ ഉപയോഗിച്ച് പൂജ ചെയ്യുന്നത് വളരെ ഫലപ്രദവും ഐശ്വര്യപ്രദവുമാണ്. പിന്നെ ലക്ഷ്മി ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് വെള്ള ശംഖുപുഷ്പം. അപ്പം നമ്മൾ പൂജയ്ക്കൊക്കെ നീലപ്പൂവ് എടുക്കാം, വെള്ളപ്പൂവ് എടുക്കാം, ഏത് പൂവ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. വെള്ളിയാഴ്ചകളിൽ ചെയ്യുന്ന ലക്ഷ്മി പൂജയ്ക്ക് വെള്ള ശംഖുപുഷ്പം ഉപയോഗിച്ച് പൂജകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാൻ വെള്ള ശംഖുപുഷ്പം ഉപയോഗിച്ചിട്ടാണ് സാധാരണ ലക്ഷ്മി പൂജ ചെയ്യാറ്. നീല ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇതുകൂടാതെ ഈ ശംഖുപുഷ്പത്തിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. ഈ ശംഖുപുഷ്പം എന്താ പറയുക, നീല ശംഖുപുഷ്പം ഉപയോഗിച്ച് ബ്ലൂ ടീ അല്ലെങ്കിൽ നീല ചായ എന്ന് പറയുന്ന ഡ്രിങ്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഈ നീല ചായ എന്ന് പറയുന്നത് ശരിക്കും ഒരു ചായയൊന്നല്ല, വെള്ളം തന്നെയാണ്. ഈ ബ്ലൂ ടീ എന്ന് പറയുന്നത് ഡൈജഷന് പ്രോപ്പർ ആക്കാൻ നല്ലതാണ്, വെയിറ്റ് ലോസിന് നല്ലതാണ്, ഹെയർ ഫോളിന് നല്ലതാണ്, സ്കിൻ ബ്രൈറ്റനിങ്ങിന് നല്ലതാണ്. ഇതുപയോഗിച്ച് ക്രീമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ എന്താ പറയുക, എണ്ണ തീരാത്ത ഗുണങ്ങളുള്ളതാണ് ഈ ബ്ലൂ ടീ എന്ന് പറയുന്നത്. ബ്ലൂ ടീക്കകത്ത് നമ്മളിപ്പം എന്താ പറയുക, ചെറുനാരങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ ബ്ലൂ മാറി ഒരു പേർപ്പിൾ കളറിലേക്ക് ഇത് മാറും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പൂവ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് ഒരു ഗ്ലാസ്സിലേക്ക് വെക്കാം. ഒരു ഗ്ലാസ്സിൽ 2 പൂവ് ഇടുക, അതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഈ പൂവിനകത്തുള്ള നീല നിറം മുഴുവൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങും. പൂവെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബ്ലൂ ടീ റെഡി. പിന്നെ വെള്ളം ഒഴിച്ച് ഇത് തിളപ്പിച്ചിട്ടും അങ്ങനെയും ഉണ്ടാക്കാം. വെള്ളം എടുത്ത് അതിനകത്തേക്ക് ശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ചെടുത്താലും നമുക്ക് ബ്ലൂ ടീ റെഡിയാക്കാൻ പറ്റും. ഈ ബ്ലൂ ടീക്കകത്തേക്ക് നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്ന സമയത്ത് പേർപ്പിൾ കളറാവും മാറും. രണ്ടും നല്ലത് തന്നെയാണ്. പൂവ് കളഞ്ഞിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. നമ്മളിത് കുടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വീക്സ് നമ്മൾ കണ്ടിന്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 വീക്സ് നമ്മൾ റെസ്റ്റ് കൊടുക്കണം. ഒന്നിച്ച് നമ്മൾ എന്ത് സാധനമായാലും ഒന്നിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് കഴിക്കാൻ പാടില്ല. 2 വീക്സ് കഴിക്കുക, പിന്നെ 2 വീക്സ് റെസ്റ്റ്, വീണ്ടും 2 വീക്സ് കഴിക്കുക, അങ്ങനെ പോവാം. അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് ഒരു 3 ദിവസം എന്നുള്ള രീതിയിൽ അങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ല. തുടർച്ചയായി നമ്മളൊരു സാധനവും കഴിക്കാൻ പാടില്ല. ഇതെന്നല്ല, ഒന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ബ്ലൂവിനേക്കാൾ ഗുണങ്ങളുള്ളത് വൈറ്റ് പൂവിനാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റ് പൂവ് വെച്ചും നമുക്ക് ബ്ലൂ ടീ ശംഖുപുഷ്പത്തിൻ്റെ ടീ ഉണ്ടാക്കാൻ പറ്റും. വൈറ്റ് പൂവ് വെച്ചിട്ട് ഇതുപോലെ തന്നെ 2 പൂവ് മതിയാവും. 2 പൂവ് എടുക്കുക, ഒന്ന് വെള്ളത്തിൽ തിളപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡ്രിങ്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ശരി, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. നന്ദി, നമസ്കാരം.